ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇലക്ട്രോമാഗ്നറ്റിക്സിൻ്റെ ഈ അടുത്ത് കഴിഞ്ഞ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സൊല്യൂഷനാണ് ഈ വീഡിയോയിൽ ഞാൻ സോൾവ് ചെയ്യുന്നത്. KTUവിൻ്റെ മെയ് 2023 2019 സ്കീമിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണിത്. 2019 സ്കീമിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇലക്ട്രോമാഗ്നറ്റിക്സിൻ്റെ. ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ ഈസിയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. ഇതിനകത്ത് ബി പാർട്ടിൽ ചോദിച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഈ വീഡിയോയിൽ ഞാൻ സോൾവ് ചെയ്യുന്നത്. ഇതിൻ്റെ തിയറി ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാം ഓൾറെഡി ഞാൻ ഈ ഒരു പ്ലേലിസ്റ്റിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ പ്രോബ്ലംസ് മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ പ്രോബ്ലംസും ഈ വീഡിയോയിൽ തന്നെ സോൾവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഞാനിതിനകത്ത് ഇൻഡെക്സിങ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ ആണോ വേണ്ടത് അതിലേക്ക് സ്കിപ്പ് ചെയ്ത് പോകണമെങ്കിൽ അതിനുള്ള ഓപ്ഷനും താഴെയുണ്ട്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബി പാർട്ടിലെ ഓരോ പ്രോബ്ലംസ് ആയിട്ട് നമുക്ക് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. സോ ആദ്യം നമ്മൾ കാണുന്നത് മൊഡ്യൂൾ 1 ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ഫൈൻഡ് ദ നേച്ചർ ഓഫ് ദ ഫോളോയിങ് ഫീൽഡ് ബൈ ഡിറ്റർമൈനിങ് ഡൈവേർജൻസ് ആൻഡ് കേൾ. നമുക്ക് രണ്ട് ഫീൽഡുകൾ തന്നിട്ടുണ്ട്. അതിൻ്റെ ഡൈവേർജൻസും കേളും കണ്ടിട്ട് അതിൻ്റെ നേച്ചർ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടെ ഫസ്റ്റ് നമുക്ക് തന്നിട്ടുള്ളത് F1 ആണ്. F1 is equal to 30AX plus 2XY AY plus 5XZ square AZ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. സോ ആദ്യം ഡൈവേർജൻറ്റ് കാണാം. സോ നമുക്കിവിടെ തന്നിട്ടുള്ളത് XYZ കോമ്പണൻസ് ആണ്. സോ XYZ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർട്ടീഷ്യൻ സിസ്റ്റം ആണ്. സോ അതുകൊണ്ട് തന്നെ കാർട്ടീഷ്യൻ സിസ്റ്റത്തിൻ്റെ ഡൈവേർജൻറ്റിൻ്റെ ഇക്വേഷനാണ് നമ്മൾ ആദ്യം കാണേണ്ടത്. സോ കാർട്ടീഷ്യൻ സിസ്റ്റത്തിൻ്റെ ഡൈവേർജൻറ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സപ്പോസ് ഡെൽ ഡോട്ട് എ ആണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡോ ബൈ ഡോ എക്സ് ഓഫ് എ എക്സ് പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് എ വൈ പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് എ ഇസഡ്. ഇതാണ് ഡൈവേർജൻറ്റിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇതിലിവിടെയൊക്കെ നമുക്ക് എ എക്സ് എ വൈ എ ഇസഡ് 3 ടേമിലും വരും. ഞാനവിടെ എഴുതിയിട്ടില്ല, നമുക്ക് ലാസ്റ്റിലേക്ക് എഴുതാം. സോ ഇവിടെ നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഇവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഡെൽ ഡോട്ട് F1 ഈസ് ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഓഫ് എ എക്സ് എന്ന് പറയുന്നത് നമുക്ക് 30 ആണ്. സോ 30 AX പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് ദെൻ നെക്സ്റ്റ് വൈ കോമ്പണൻ്റ് എന്ന് പറയുന്നത് എന്താണ്? 2XY AY പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് 5XZ സ്ക്വയർ AZ. ഓക്കെ, സോ ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഡൈവേർജൻസ് കിട്ടും. സോ വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? ഇത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. 30 എന്ന് പറയുന്നൊരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഈ ടേം കംപ്ലീറ്റ് 0 ആയി പോകും. പ്ലസ് ഇവിടെ വിത്ത് റെസ്പെക്ട് ടു വൈ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 2x വരും വിത്ത് AY ദെൻ പ്ലസ്. സോ ഇനി ലാസ്റ്റിൽ നമുക്ക് എന്താ വരിക? ഇത് വിത്ത് റെസ്പെക്ട് ടു Z ആണ് വരുന്നത്. സോ വിത്ത് റെസ്പെക്ട് ടു Z ചെയ്യുന്ന സമയത്ത് സോ 5x നമുക്ക് അതുപോലെ വരും. ദെൻ Z സ്ക്വയറിനെ വിത്ത് റെസ്പെക്ട് ടു Z ചെയ്യുമ്പോൾ 2Z ആണ് വരിക അല്ലേ? സോ 2 ഉണ്ട്, ഇവിടെ ഓൾറെഡി 5 ഉണ്ട്. സോ 5 × 2 10 വരും. 10x ദെൻ Z ഇൻറ്റു AZ വരും. ഈ AYയും AZ എന്ന് പറയുന്നത് യൂണിറ്റ് വെക്ടേഴ്സ് ആണ്. സോ ഫൈനലി നമുക്ക് ആൻസർ എങ്ങനെ എഴുതാം? ഡെൽ ഡോട്ട് F1 ഇസ് ഈക്വൽ ടു 2x AY പ്ലസ് 10XZ AZ. സോ ഇതാണ് നമുക്ക് കിട്ടുന്ന ഡൈവേർജൻസ് എന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മൾ ഡൈവേർജൻസിൻ്റെ ഒരു പ്രോപ്പർട്ടിയിൽ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഡെൽ ഡോട്ട് എ ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ അത് സോളിനോയിഡ് ആണെന്ന് പറയുന്നുണ്ട്. സോളിനോയിഡ്. ഓക്കെ, പക്ഷേ ഇവിടുത്തെ കേസിൽ ദിസ് ഈസ് നോട്ട് ഈക്വൽ ടു 0. സോ ദിസ് ഈസ് നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ദിസ് ഈസ് നോൺ സോളിനോയിഡ്. ഓക്കെ, സോ ഡൈവേർജൻസ് നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഇതിൻ്റെ എന്ത് കാണാം? കേള് കാണാം. സോ കേള് കാണാനുള്ള എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽ ക്രോസ് ആണ്. ഡെൽ ക്രോസ് F1. കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിൻ്റെ കേള് കാണാനുള്ള എൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഡെൽ ക്രോസ് എ ആണെങ്കിൽ അത് നമ്മൾക്ക് ഒരു മെട്രിക്സ് ആണ് വരിക. ദാറ്റ് ഈസ് AX AY AZ ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ Z ആൻഡ് ലാസ്റ്റിൽ എക്സ് കോമ്പണൻറ്റ് വൈ കോമ്പണൻറ്റ് ആൻഡ് Z കോമ്പണൻറ്റ്. സോ ഇത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ആൻസർ കാണാം. സോ ഈ ആൻസർ നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് എന്ത് വരും? മെട്രിക്സ് എങ്ങനെ വരിക? AX
ay and az, then dou by dou x, dou by dou y, dou by dou z. നമ്മുടെ എക്സ് കോമ്പണൻ്റ് എന്ന് പറയുന്നത് എന്താണ്? 30 ആണ്. വൈ കോമ്പണൻ്റ് എന്ന് പറയുന്നത് 2xy ആണ്. z കോമ്പണൻ്റ് എന്ന് പറയുന്നത് 5xz² ആണ്. ഓക്കെ, സോ ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു നമ്മളെങ്ങനെ വരും? ax ഇൻറ്റു ദിസ് മൈനസ് ദിസ് ആണ്. സോ നമുക്ക് എങ്ങനെ എഴുതാം? ഡോ ബൈ ഡോ വൈ ഇൻറ്റു 5xz² മൈനസ് ഡോ ബൈ ഡോ z ഇൻറ്റു 2xy ഇൻറ്റു ax ആണ് വരിക, മൈനസ് അടുത്ത ടേം എന്താ വരിക? സോ ദിസ് മൈനസ് ദിസ് അല്ലേ? ഡോ ബൈ ഡോ എക്സ് 5xz² മൈനസ് ഡോ ബൈ ഡോ z ഓഫ് 30 ഇൻറ്റു ay പ്ലസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് 2xy മൈനസ് ഡോ ബൈ ഡോ y ഓഫ് 30 ഇൻറ്റു az ആണ് നമുക്ക് വരാം. ഓക്കെ, സോ ഇതിൽ നമുക്കിതിൻ്റെ സൊല്യൂഷൻ കണ്ടു കഴിഞ്ഞാൽ എന്ത് വരും ആൻസർ? വിച്ച് ഇസ് ഈക്വൽ ടു, ഇവിടെ വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുന്ന സമയത്ത് നമുക്ക് y ടേം ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് 0 ആയി പോവും, മൈനസ് ഇതിവിടെ z ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതും 0 ആയി പോവും അല്ലേ, ഇൻറ്റു ax ആണ് വരിക, മൈനസ് സെക്കൻഡിൽ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു x ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 5z² വരും, മൈനസ് 0 ഇൻറ്റു ay വരും, ദെൻ പ്ലസ് ലാസ്റ്റ് വരുന്ന ടേം എന്താണ്? വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ 2y വരും, മൈനസ് ഇവിടെ y ടേം ഒന്നുമില്ല, സോ 0 ഇൻറ്റു az വരും, വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് ലാസ്റ്റിൽ എന്ത് എഴുതാം? മൈനസ് ഓഫ് 5z² ay പ്ലസ് 2y az. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ദിസ് ഈസ് ഓൾസോ നോട്ട് ഈക്വൽ ടു 0. കേളിൻ്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു, ഡെൽ ക്രോസ് എ ഈസ് ഈക്വൽ ടു 0. ഇത് 0 ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ഇറൊട്ടേഷണൽ. ഓക്കെ, സോ ഇവിടുത്തെ കേസിൽ ദിസ് ഈസ് നോട്ട് ഈക്വൽ ടു 0. ഇത് നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ദിസ് ഈസ് എ റൊട്ടേഷണൽ വെക്റ്റർ. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് കിട്ടി. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണം ഇതേപോലെ തന്നെ. സോ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ള എന്താണ്? ദാറ്റ് ഈസ് 150 ഡിവൈഡഡ് ബൈ r² ആണ്. ദെൻ AR പ്ലസ് 10A5 ആണ് തന്നിട്ടുള്ളത്. സോ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോർമലി 6ഉം 5ഉം വരുന്നത് സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലാണ്. പക്ഷേ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സ്കീമിനകത്ത് ഇതൊരു സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ്സ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. സോ സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ്സിനകത്ത് റോയ്ക്ക് പകരം ഇവിടെ 6 ആണ് എടുത്തിട്ടുള്ളത്. ചില ടെക്സ്റ്റ് ബുക്സിൽ റോയ്ക്ക് പകരം 6 ആയിട്ട് സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ്സിൽ വരാറുണ്ട്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ്സിനകത്തുള്ള ഫീൽഡായിട്ട് കൺസിഡർ ചെയ്തത്. സോ ഇവിടെ നമ്മളിപ്പോൾ സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാണ്. സോ നമുക്ക് അവിടെ വരുന്ന പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് 6, 5 ആൻഡ് Z ആണ്. സോ ഇവിടുത്തെ ഈ ഒരു കേസ് വെച്ചിട്ട് നമുക്ക് എഴുതുകയാണെങ്കിൽ, സപ്പോസ് സിലിണ്ട്രിക്കൽ പാരാമീറ്റേഴ്സിൻ്റെ ഡൈവേർജൻറ്റിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ദാറ്റ് ഈസ് ഡെൽ ഡോട്ട് സപ്പോസ് എ ആണെങ്കിൽ വിച്ച് ഇസ് ഈക്വൽ ടു 1/r ഡോ ബൈ ഡോ ആർ ഇൻറ്റു r AR, then plus 1/r ഡോ ബൈ ഡോ phi A5, then plus ഡോ ബൈ ഡോ z AZ. ഇതാണ് സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിനകത്തുള്ള ഡൈവേർജൻസിൻ്റെ ഇക്വേഷൻ. സോ ഇവിടെ ആറിന് പകരം നമ്മൾ ചിലപ്പം വീഡിയോസിനകത്തൊക്കെ റോ ആണ് കണ്ടിട്ടുള്ളത്. സോ ഇവിടെ ഇതൊരു സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ്സിൻ്റെ റേഡിയസ് ആയിട്ടാണ് 6 എടുക്കുന്നത്. സോ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് സൊല്യൂഷൻ കാണുമ്പോൾ ഡെൽ ഡോട്ട് F2 ആണ് നമുക്ക് വരിക, വിച്ച് ഇസ് ഈക്വൽ ടു 1/r ഡോ ബൈ ഡോ ആർ ആണ് വരുന്നത്, ഇൻറ്റു നമുക്ക് വരുന്നത്
ആർ ഇൻറ്റു എ ആർ ആണ്. സോ ആർ ഇൻറ്റു എ ആറിൻ്റെ ടേം എന്ന് പറയുന്നത് എന്താണ്? 150 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ആണ്. സോ ആർ ഇൻറ്റു 150 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ വരും ഇൻറ്റു എ ആർ പ്ലസ് സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ഫൈയുടെ ടേമാണ്. ഫൈയുടെ ടേമിൽ 1/r മാത്രമാണ് വരുന്നത് ഇൻറ്റു ഡോ ബൈ ഡോ ഫൈ. ദെൻ എ ഫൈ എന്ന് പറയുന്നത് നമുക്ക് 10 ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഓക്കെ, ദെൻ പ്ലസ് നമുക്ക് സെഡിൻ്റെ ടേം ഇവിടെയൊന്നും തരാത്തതുകൊണ്ട് അത് 0 ആയി പോകും. സോ ഇതാണ് നമുക്ക് ഇവിടെ വരേണ്ടത്. സോ ഇതിൽ ചെയ്ത് കഴിയുന്ന സമയത്ത് ഫസ്റ്റ് ടേമിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ആർ ചെയ്യാണ്. ഇവിടെ ഈ ആറും ഈ ആർ സ്ക്വയറിന് ഒരാറും ക്യാൻസലാവും. സോ നമുക്ക് 1/r ആണ് വരിക. 1/rനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ആർ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം മൈനസ് ഇവിടെ 150 ഓൾറെഡി ഉണ്ട്. സോ 150 1/r സ്ക്വയർ ആണ് നമുക്ക് കിട്ടുക ഇല്ലേ. സോ ഇവിടെ ഓൾറെഡി നേരത്തെ പുറത്തൊരു 1/r ഉണ്ട്. സോ 1/r വരും. പ്ലസ് ഇവിടുത്തെ ടേമിൽ ഫൈ വിത്ത് റെസ്പെക്ട് 5 ചെയ്യുമ്പോൾ ഇവിടെ ഫൈൻ്റെ ടേം ഒന്നുമില്ല, ഇത് കംപ്ലീറ്റ് 0 ആയി പോകും. ലാസ്റ്റിലും 0 ആണ് വരുന്നത്. സോ നമുക്ക് ഫൈനൽ ആൻസർ എന്താ ഇവിടെ കിട്ടുക? മൈനസ് 150 ഡിവൈഡഡ് ബൈ ആർ ക്യൂബ് ആണ് വരുന്നത് ഇൻറ്റു എ ആർ. സോ ഇതാണ് നമ്മളുടെ ഡൈവേർജൻസ് എന്ന് പറയുന്നത്, ഡെൽ ഡോട്ട് F2. ഓക്കെ, ദിസ് ഈസ് ഓൾസോ നോട്ട് ഈക്വൽ ടു 0. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ദിസ് ഇസ് നോൺ സോളിനോയിഡ്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ കേള് കാണണം. ഡൈവേർജൻ്റ് നമ്മളിപ്പോൾ കണ്ടു. ഇനി ലാസ്റ്റ് ആയിട്ടുള്ള കേളാണ് നമുക്ക് കാണേണ്ടത്. സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ കേസിൽ കേളിൻ്റെ ഇക്വേഷന് വ്യത്യാസമുണ്ട്. ദാറ്റ് ഈസ് ഡെൽ ക്രോസ് എ ആണെന്നുണ്ടെങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു 1/r മെട്രിക്സ് വരുന്നത് AR R ഇൻറ്റു A5 ദെൻ AZ ദെൻ ഡോ ബൈ ഡോ ആർ ഡോ ബൈ ഡോ ഫൈ ഡോ ബൈ ഡോ ഇസെഡ്. ഇവിടെ നമുക്ക് AR എന്ന് പറഞ്ഞ ടേം ഉണ്ടാവും. A5യുടെ കൂടെ നമുക്കിവിടെ R ഉണ്ടാവും. R ഇൻറ്റു A5 ആണ് വരിക. ദെൻ ലാസ്റ്റിൽ AZ ആണ് വരിക. സോ ഈ ഇക്വേഷൻ ആയിരിക്കണം നമുക്കിതിൻ്റെ കേള് കാണാൻ വേണ്ടി യൂസ് ചെയ്യേണ്ടത്. സോ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ സോൾവ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ വരിക: ഡെൽ ക്രോസ് F2 ഈസ് ഈക്വൽ ടു 1/r മെട്രിക്സ് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് AR R ഇൻറ്റു A5 AZ ഡോ ബൈ ഡോ ആർ ഡോ ബൈ ഡോ ഫൈ ഡോ ബൈ ഡോ ഇസെഡ്. AR കോമ്പണൻ്റ് എന്ന് പറയുന്നത് നമുക്ക് 150 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ആണ്. ദെൻ A5 കോമ്പണൻ്റ് എന്ന് പറയുന്നത് നമുക്ക് 10 ആണ്. പക്ഷേ നമുക്കിവിടെ R ഇൻറ്റു A5 ആണ് വരുന്നത്. സോ ഇവിടെ R ഇൻറ്റു 10 വരണം. സെഡിൻ്റെ ടേമിൽ നമുക്കൊന്നുമില്ല. ഇനി നമുക്കിതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. സോ ആൻസർ എന്ത് വരും? വിച്ച് ഇസ് ഈക്വൽ ടു 1/r. ഇത് തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് എഴുതാവുന്നേ ഉള്ളൂ. 1/r എന്ന് പറയുമ്പം ദിസ് മൈനസ് ദിസ് ആണ് വരിക. ഇവിടെ 0 ആണ് നമുക്കിവിടെ വരുന്നത്. 0 മൈനസ് ഇവിടെ R ഇൻറ്റു 10 ആണ് വരുന്നത്. സോ വിത്ത് റെസ്പെക്ട് ടു Z ചെയ്യുന്ന സമയത്തും നമുക്കവിടെ 0 തന്നെയായിരിക്കും വരിക അല്ലേ, ഇൻറ്റു AR. ദെൻ മൈനസ് സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ഈ ടേമാണ്, അതായത് ദിസ് മൈനസ് ദിസ് അല്ലേ. സോ ഡോ ബൈ ഡോ ആർ ഓഫ് 0 എന്ന് പറയുന്നത് നമുക്ക് എഗെയിൻ 0 ആണ്. മൈനസ് ഡോ ബൈ ഡോ ഇസെഡ് ഓഫ് ഇവിടെ സെഡിൻ്റെ ടേം ഒന്നുമില്ല. സോ എഗെയിൻ 0 ആയിരിക്കും നമുക്ക് കിട്ടുക. ഇൻറ്റു RA5 ആണ് വരിക. പക്ഷേ നമുക്കിത് 0 ആയിട്ട് തന്നെയാണ് വരിക. ഇവിടെ കംപ്ലീറ്റ് 0 ആയത് കാരണം അത് 0 ആയിപ്പോവും. ഓക്കെ, ഇനി നമുക്ക് തേർഡ് വരുന്നത് പ്ലസ്. ഇനി നമുക്ക് ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് സെഡിൻ്റെ ടേമാണ്. സോ ദിസ് മൈനസ് ദിസ് ആണ്. സോ ഡോ ബൈ ഡോ ആർ ഓഫ് R10 ആണ് വരുന്നത് അല്ലേ. സോ R10 എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആറിൻ്റെ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ 1 ആയിപ്പോവും. സോ നമുക്ക് 10 വരും. ഓക്കെ, സോ 10 മൈനസ് ഇവിടെ വിത്ത് റെസ്പെക്ട് ടു 5 നമുക്ക് 5യുടെ ടേം ഒന്നും ഇല്ലാത്ത കാരണം 0 വരും. ഓക്കെ, സോ ഇൻറ്റു AZ. ഓക്കെ, സോ ഇവിടെ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഇതൊക്കെ 0 ആണ് വരുന്നത്. വിച്ച് ഇസ് ഈക്വൽ ടു 1/r ഉണ്ട് ഇൻറ്റു 10 AZ ആണ് വരുന്നത്. വിച്ച് ഇസ് ഈക്വൽ ടു 10 ഡിവൈഡഡ് ബൈ R AZ ആണ് നമുക്ക് വരിക. ഓക്കെ, സോ ഇതാണ് നമുക്ക് കിട്ടുന്ന കേളിൻ്റെ ആൻസർ. ദിസ് ഈസ് ഓൾസോ നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ദിസ് ഈസ് എ റൊട്ടേഷണൽ വെക്റ്റർ. ഓക്കെ,
സോ ഇങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഈ സ്റ്റാൻഡേർഡ് ഇക്വേഷൻസുകളൊക്കെ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, മൊഡ്യൂൾ 1 തന്നെ ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് 12A. ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി ഈസ് ഗിവൺ ബൈ, നമുക്കൊരു ഡിയുടെ എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്, അത് ഫ്രീ സ്പേസിലാണെന്ന് പറയുന്നുണ്ട്. ദെൻ കാൽക്കുലേറ്റ് ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി കാണാൻ പറയുന്നുണ്ട്. ഫോർ R is equal to 0.25. അതേപോലെ തന്നെ ടോട്ടൽ ചാർജ് വിത്തിൻ ദ സ്പിയർ കാണാൻ പറഞ്ഞിട്ടുണ്ട്, അതിനും ആറിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ടോട്ടൽ ഫ്ലക്സ് ലീവിങ് ദ സ്പിയറും കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഫോർ R is equal to 0.35. സോ ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യുന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇക്വേഷൻ അറിയെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ളൊരു പ്രോബ്ലം ആണിത്. സോ ഇത് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ആ ഗിവൺ ഡാറ്റ എന്തൊക്കെയാണെന്ന് എടുത്ത് എഴുതാം. സോ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഡി ആണ് അല്ലേ. ഡി ഈസ് ഈക്വൽ ടു R/4 ആണ് തന്നിട്ടുള്ളത് ഓഫ് AR. AR എന്നുള്ളതാണ് അതിൻ്റെ ഡയറക്ഷൻ. അത്രയും നാനോ കൂളൂംബ് പെർ മീറ്റർ സ്ക്വയർ ആണ്. സോ ഡിയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളോട് E ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. സോ ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഉള്ളത് നമുക്കറിയാം, ദാറ്റ് ഇസ് ഡി ഈസ് ഈക്വൽ ടു എപ്സിലോൺ E എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. സോ ഇതിനകത്ത് നിന്ന് നമുക്ക് എന്ത് പറയാം, ഇയുടെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. E ഈസ് ഈക്വൽ ടു D/എപ്സിലോൺ എന്ന് പറയാം. ഇവിടെ നമ്മളോടത് ഫ്രീ സ്പേസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഫ്രീ സ്പേസ് ആണെങ്കിൽ എപ്സിലോണിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, എപ്സിലോൺ 0 എന്ന് നമുക്ക് എഴുതാം. എപ്സിലോൺ ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഓക്കെ, സോ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം, ദാറ്റ് ഇസ് E ഈസ് ഈക്വൽ ടു D/എപ്സിലോൺ നോട്ടാണ് വരിക. സോ ഇതിൽ ഡിയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് R/4 അല്ലേ, ഓഫ് AR ആണ്. ദെൻ ഡിവൈഡഡ് ബൈ എപ്സിലോണിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ദാറ്റ് ഈസ് 8.85 ഇൻറ്റു 10⁻⁻12 ആണ്. ഇതിൽ നമ്മളോട് ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.25 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ R ഇസ് ഈക്വൽ ടു 0.25. അപ്പോൾ നമുക്ക് ഈ ആറിൻ്റെ ഇവിടെ എന്ത് ചെയ്യാം, 0.25 കൊടുത്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. 0.25 ഡിവൈഡഡ് ബൈ 4. ഇവിടെ നാനോ കൊളുമ്പ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നാനോ കൊളുമ്പ് ആയതുകൊണ്ട് ഇൻറ്റു 10⁻⁻9 നമ്മളവിടെ കൊടുക്കണം. ഡിവൈഡഡ് ബൈ 8.85 ഇൻറ്റു 10⁻⁻12. ഓക്കെ, അത്രയും AR ആണ് അതിൻ്റെ ഡയറക്ഷൻ. സോ ഇത് നമ്മൾ ജസ്റ്റ് കാൽക്കുലേറ്ററിൽ കാണാൻ മാത്രമേ ഉള്ളൂ. കാൽക്കുലേറ്ററിൽ ചെയ്ത് കഴിഞ്ഞാൽ വിൽ ബി ഗെറ്റിംഗ് 7.06 AR എന്ന് നമുക്ക് കിട്ടും. ഇനി നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്, ടോട്ടൽ ചാർജ് വിത്തിൻ ദ സ്പിയർ ഓഫ് എന്ന് പറഞ്ഞിട്ട് ആറിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ആൻസർ ആണ്. സെക്കൻഡ് കാണുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ R ഇസ് ഈക്വൽ ടു 0.25 എന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ, അത്രയും മീറ്ററാണ്. സോ നമുക്ക് എന്ത് പറയാം, ചാർജ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ചാർജ്, സ്പിയറിൻ്റെ ചാർജ് എന്ന് പറയുന്നത് Q ഇസ് ഈക്വൽ ടു 4πr² ആണ്. ഓക്കെ, സോ ഇതിനകത്ത് ഡയറക്റ്റ് വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 4 ഇൻറ്റു പൈ ഇൻറ്റു R എന്ന് പറയുന്നത് 0.25 ആണ്, അതിൻ്റെ സ്ക്വയർ വരും, ഇൻറ്റു D എന്ന് പറയുന്നത് നമുക്കിവിടെ തന്നിട്ടുണ്ട് അല്ലേ, R/4 ആണ്. ആറിൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്, 0.25 ആണ്, ഡിവൈഡഡ് ബൈ 4. അത്രയും നാനോ കൊളുമ്പാണ്. സോ 10⁻⁻9 വരും. സോ ഡയറക്റ്റ് കാൽക്കുലേറ്ററിലിട്ട് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 49.08 ഇൻറ്റു 10⁻⁻12 ആണ് കിട്ടുക. ദിസ് ഇസ് ഓൾസോ വി ക്യാൻ സേ ദാറ്റ് വിച്ച് ഇസ് ഈക്വൽ ടു 49.08. അത്രയും പീക്കോ കൊളുമ്പ് എന്ന് നമുക്ക് എഴുതാം. സോ ഇതാണ് നമുക്ക് സെക്കൻഡ് കാണേണ്ടത്. ഇനി നമുക്ക് തേർഡ് കാണാൻ പറഞ്ഞിട്ടുള്ള എന്താണ്, ടോട്ടൽ ഫ്ലക്സ് ലിവിങ് ദ സ്പിയർ ആണ്. സോ തേർഡ് കാണാനുള്ളതിൻ്റെ ഇക്വേഷനും നമുക്കറിയാമെങ്കിൽ സിമ്പിളാണ്. സോ തേർഡ് ഫ്ലക്സ് കാണാനാണ്, ദാറ്റ് ഈസ് സൈ ആണ് കാണുന്നത്. സൈ ഈസ് ഈക്വൽ ടു 4πr² ആണ്, അല്ലെങ്കിൽ D ആണ്. ഓക്കെ, സോ ഇതിനകത്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 4 ഇൻറ്റു പൈ ഇൻറ്റു നമുക്കിവിടെ ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.35 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ R എവിടെയൊക്കെ ഉണ്ടോ അതൊക്കെ അവിടെ കൊടുക്കുക. സോ 0.35 ഹോൾ സ്ക്വയർ. ഡിയുടെ വാല്യൂവും R/4 ആണ്. സോ 0.35 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 10⁻⁻9. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു, കാൽക്കുലേറ്ററിൽ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ബി ഗെറ്റിംഗ് 134.69 ഇൻറ്റു
10⁻⁻12 വരും. സോ വിച്ച് ഇസ് ഈക്വൽ ടു ഫൈനലി വി ക്യാൻ സേ ദാറ്റ് 134.6 picocoulomb. ഓക്കെ, സോ ഇതാണ് നമ്മുടെ തേർഡ്. സോ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുക. ഇക്വേഷൻസ് അറിയെങ്കിൽ വളരെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലമാണ്. ഓക്കെ, സോ മൊഡ്യൂൾ 2-ൽ നമുക്ക് പ്രോബ്ലംസ് ആയിട്ടൊന്നും തന്നിട്ടില്ല. പിന്നെയുള്ള പ്രോബ്ലം നമുക്ക് മൊഡ്യൂൾ 3-ലാണ്. ഈ ഒരു ടൈപ്പ് പ്രോബ്ലം എന്ന് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രോബ്ലമാണ്. അതായത് ഒരു ലോസ്ലെസ് ഡയലക്ട്രിക് മീഡിയം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സിഗ്മയുടെ വാല്യൂ μr, εr ഒക്കെ തന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഒരു എക്സ്പ്രഷനും തന്നിട്ടുണ്ട്. നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് ഫേസ് കോൺസ്റ്റൻറ്റ്, ആംഗുലാർ വെലോസിറ്റി, ഫേസ് ഇംപിഡൻസ് ആൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ് കോമ്പണൻറ്റിൻ്റെ എക്സ്പ്രഷനും കാണാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഇതെങ്ങനെ ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം. സോ നമുക്കിവിടെ ആദ്യം തന്നിരിക്കുന്ന ഡാറ്റ എന്തൊക്കെയാണെന്നുള്ള ജസ്റ്റ് ഒന്ന് എടുത്തെഴുതാം. ദറ്റ് ഇസ് സിഗ്മ തന്നിട്ടുണ്ട് ഈസ് ഈക്വൽ ടു 0 എന്ന് തന്നിട്ടുണ്ട്. അതേപോലെ μr ഈസ് ഈക്വൽ ടു 1 എന്ന് തന്നിട്ടുണ്ട്. εr ഈസ് ഈക്വൽ ടു 4 എന്ന് തന്നിട്ടുണ്ട്. ആ ഒരു മീഡിയത്തിൻ്റെ പെർമിയബിലിറ്റിയും പെർമിറ്റിവിറ്റിയാണ് നമുക്ക് ഈ തന്നിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് എച്ചിൻ്റെ എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. എച്ച് ഇസ് ഈക്വൽ ടു -0.1 കോസ് ഒമേഗ ടി മൈനസ് ഇസെഡ് ഓഫ് എ എക്സ്. 2 കോമ്പണൻ്റാണ് നമുക്കുള്ളത്. 0.5 സൈൻ ഒമേഗ ടി മൈനസ് സെഡ് എ വൈ. സോ ഇതുപോലെ ഒരു സൈൻ കോമ്പണൻറ്റും ഒരു കോസ് കോമ്പണൻറ്റും നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിലുള്ളത്. സോ ആദ്യം കാണേണ്ടത് എന്താണ്? ഫേസ് കോൺസ്റ്റൻ്റ് ആണ്. വാട്ട് ഈസ് ഫേസ് കോൺസ്റ്റൻറ്റ്? ഫേസ് കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബീറ്റയാണ്. സോ ബീറ്റയാണ് നമ്മളിവിടെ കാണേണ്ടത്. സോ ഈ തന്നിരിക്കുന്ന ഇക്വേഷനകത്ത് നിന്ന് തന്നെ നമുക്ക് ബീറ്റ കാണാവുന്നതേ ഉള്ളൂ. ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എപ്പോഴും അറിഞ്ഞിരിക്കുക. ഇതിപ്പോൾ നമുക്ക് എച്ചിൻ്റെ ടേമിലാണ് തന്നിട്ടുള്ളത്. സാധാരണ ഇയുടെ എക്സ്പ്രഷനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സോ ഇയുടെ എക്സ്പ്രഷൻ ഇങ്ങനെ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. z, t ഈസ് ഈക്വൽ ടു E0 e റേസ് ടു മൈനസ് ആൽഫ ഇസെഡ് ദെൻ കോസ് ഒമേഗ ടി മൈനസ് ബീറ്റ ഇസെഡ് ഓഫ് എ വൈ അല്ലെങ്കിൽ എ ഇസെഡ് എന്ന് വരും. എ ഇസെഡ്. സോ ഈ ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഒന്ന് അറിഞ്ഞിരിക്കുക. ഇവിടെ കോസോ അല്ലെങ്കിൽ സൈനോ വരാം, എന്ത് വേണമെങ്കിലും വരാം. നമ്മുടെ ആ സിഗ്നലിനനുസരിച്ചിട്ട് എന്ത് മാറ്റം വേണമെങ്കിൽ വരാം. സോ ഇവിടെ E0 എന്ന് പറയുന്നതാണ് നമ്മളുടെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഈ ഇ റേസ് ടു മൈനസ് ആൽഫ ഇസെഡ് എന്ന് പറയുന്നതാണ് നമ്മളുടെ ഡീക്കേയിങ് കോമ്പണൻ്റ് എന്ന് പറയുന്നത്. ദെൻ കോസ് ടേമിൽ വരുന്ന ആ സിഗ്നലിൻ്റെ ഫ്രീക്വൻസി ഒമേഗ എന്ന് പറയുന്ന ഫ്രീക്വൻസിയാണ്. ഇവിടെ ബീറ്റ എന്ന് പറഞ്ഞ ടേം നമ്മുടെ ഫേസ് കോൺസ്റ്റൻറ്റ് ബീറ്റയാണ്. സോ ഡയറക്ഷൻ സെഡ് ആയതുകൊണ്ട് സെഡ് ഡയറക്ഷനും വരുന്നുണ്ട്. സോ ഈ ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ അറിഞ്ഞിരിക്കുക. സോ ഇതും നമ്മളുടെ ഈ ഇക്വേഷനുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ കോസ് ഓഫ് ഒമേഗ ടി മൈനസ് ബീറ്റയുടെ അവിടെ നമുക്ക് 1 വരുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ബീറ്റയുടെ അവിടെ 1 ആണ്. സോ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ബീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ബീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് വിൽ ബി 1. ഓക്കെ, അതേപോലെ തന്നെ ആൽഫയുടെ വാല്യൂയും വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് തന്നെ കണ്ടുപിടിക്കാം. ഇവിടെ നമുക്ക് ഇ റേസ് ടു മൈനസ് ആൽഫ സെഡ് എന്ന് പറഞ്ഞ ടേം ഉണ്ട്. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളതിനകത്ത് ഈ ആംപ്ലിറ്റ്യൂഡ് വാല്യൂ മാത്രമേ ഉള്ളൂ. എക്സ്പൊണൻഷ്യലിൻ്റെ ഒരു ടേം നമുക്കിവിടെ കിട്ടിയിട്ടില്ല. ദാറ്റ് മീൻസ് ആൽഫയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി 0. സോ ആൽഫയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? 0 ആണ് അവിടെ കിട്ടുക. സോ ഇവിടെ തന്നിട്ടുണ്ട് ഓൾറെഡി ലോസ്ലെസ് ഡയലക്ട്രിക് മീഡിയം എന്ന് തന്നിട്ടുണ്ട്. ലോസ്ലെസ് ഡയലക്ട്രിക് മീഡിയം ആണെങ്കിൽ ഓൾസോ ആൽഫ ഇസ് 0. നമുക്ക് ആ രീതിയിലും ആൽഫയുടെ വാല്യൂ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. സോ നമുക്ക് ബീറ്റയുടെ വാല്യൂ നമുക്കിവിടെ കിട്ടി. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി സോൾവ് ചെയ്തു. ഫേസ് കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് ബീറ്റ ആണെന്നുള്ളത് നമുക്ക് കിട്ടി. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗുലാർ വെലോസിറ്റിയാണ്. ആംഗുലാർ വെലോസിറ്റി ഈസ് നത്തിങ് ബട്ട് അവർ ഒമേഗ. ഓക്കെ, ഈ ഒമേഗയാണ് നമ്മൾ കാണേണ്ടത്. സോ ഈ ഒമേഗ കാണുന്നതിന് വേണ്ടിയിട്ട് ദർ ഈസ് എൻ ഇക്വേഷൻ, ബീറ്റയുടെ ഒരു ഇക്വേഷൻ ഉണ്ട്. ദറ്റ് ഈസ് ബീറ്റ ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് മ്യൂ എപ്സിലോൺ എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ ഉണ്ട്. ഈ എക്സ്പ്രഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കാണുന്നത്. ബീറ്റയുടെ വാല്യൂ ഓൾറെഡി നമുക്കറിയാം, മ്യൂവും എപ്സിലോണും നമുക്ക് ഓൾറെഡി അറിയാം. സോ അതിൻ്റെ സൊല്യൂഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. ദറ്റ് ഈസ് ബീറ്റ ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് മ്യൂ എപ്സിലോൺ ആണ്. ഇതിനകത്ത് നിന്ന് നമുക്ക്
ഒമേഗ എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? ബീറ്റ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് മ്യൂ എപ്സിലോൺ എന്ന് എഴുതാം. മ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് മ്യൂ 0 മ്യൂ ആർ. അതുപോലെ എപ്സിലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്സിലോൺ 0 എപ്സിലോൺ ആർ ആണ് അല്ലേ? സോ ആ വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, വിച്ച് ഇസ് ഈക്വൽ ടു ബീറ്റ എന്ന് പറയുന്നത് നമുക്ക് 1 ആണെന്ന് കിട്ടിയിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് മ്യൂ 0ൻ്റെ വാല്യൂ എന്താണെന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം, സ്റ്റാൻഡേർഡ് ആണ്, 4π ഇൻറ്റു 10⁻⁻⁷. ദെൻ മ്യൂ ആർ എന്ന് പറയുന്നത് 1 ആണെന്ന് നമുക്ക് ക്വസ്റ്റിനിൽ തന്നെ തന്നിട്ടുണ്ട്, ഇൻറ്റു എപ്സിലോൺ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8.85 ഇൻറ്റു 10⁻⁻12 ആണ് അല്ലേ? അതേപോലെ തന്നെ എപ്സിലോൺ ആർ എന്ന് പറയുന്നത് 4 ആണെന്നും നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ വാല്യൂസ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട്, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. സോ നമുക്ക് ഈ ഒരു കാൽക്കുലേഷൻ വളരെ ടൈം ലാഭിക്കാൻ വേണ്ടിയിട്ടും വേറെയും ഓപ്ഷൻസ് ഉണ്ട്. ദാറ്റ് ഇസ് നമുക്ക് സി ഈസ് ഈക്വൽ ടു 1/√of മ്യൂ 0 എപ്സിലോൺ 0 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഈ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഉണ്ട്. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 3 ഇൻറ്റു 10⁻⁸. സോ ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം, ദിസ് ഇസ് മ്യൂ 0, ദിസ് ഇസ് എപ്സിലോൺ 0. സോ 1/√of മ്യൂ 0 എപ്സിലോൺ 0 ഇവിടെ ഓൾറെഡി വരുന്നുണ്ട്. അതിനെ നമുക്ക് സി ആയിട്ട് എഴുതാൻ വേണമെങ്കിൽ അല്ലേ? അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാവുന്നതാണ്, സി ഡിവൈഡഡ് ബൈ ഇവിടെ റൂട്ട് ഓഫ് 4 ആണ് വരുന്നത്. റൂട്ട് ഓഫ് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വരും, ദാറ്റ് ഇസ് c/2 വിച്ച് ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു 10⁻⁸ ഡിവൈഡഡ് ബൈ 2 ആണ് നമുക്കവിടെ കിട്ടുക. ദാറ്റ് ഇസ് ഈക്വൽ ടു 1.5 ഇൻറ്റു 10⁻⁸, അത്രയും റേഡിയൻസ് പെർ മീറ്റർ. ഓക്കെ, അതാണ് നമ്മളുടെ ഒമേഗയുടെ വാല്യൂ. ഓക്കെ, സോ സെക്കൻഡ് ക്വസ്റ്റ്യനും നമുക്കവിടെ കിട്ടി. ഇനി തേർഡ് നമുക്ക് കാണേണ്ടത് എന്താണ്? വേവ് ഇംപിഡൻസ് ആണ് കാണേണ്ടത്. ഇംപിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഈറ്റ. സോ തേർഡ് എന്ന് പറയുന്നത് ഈറ്റ കാണാനാണ്. സോ ഈറ്റയുടെ എക്സ്പ്രഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് മ്യൂ ഡിവൈഡഡ് ബൈ എപ്സിലോൺ ആണ്. അതിൽ നമുക്കറിയാം മ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂ 0 മ്യൂ ആർ ആണ്, എപ്സിലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്സിലോൺ 0 എപ്സിലോൺ ആർ ആണ്. വാല്യൂസ് ഒക്കെ നമുക്കറിയാം. സോ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ വരുന്നുള്ളൂ. 4π ഇൻറ്റു 10⁻⁻⁷ ഇൻറ്റു മ്യൂ ആർ 1 ആണ്, ഡിവൈഡഡ് ബൈ 8.85 ഇൻറ്റു 10⁻⁻12 ഇൻറ്റു 4. മ്യൂ എപ്സിലോൺ ആർ എന്ന് പറയുന്നത് 4 ആണ്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഇതിനെ കുറച്ചുകൂടെ സ്പീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ദർ ഇസ് ആൻ ഓപ്ഷൻ, ദാറ്റ് ഇസ് റൂട്ട് ഓഫ് മ്യൂ 0 ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 എന്ന് പറയുന്നൊരു ടേം ഉണ്ട്, ദാറ്റ് ഇസ് ഈക്വൽ ടു 120π. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടേണ്ടതാണ്. ഓർത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ആൻസർ എഴുതാവുന്നതേ ഉള്ളൂ. സോ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? 120π എന്ന് എഴുതാം. പിന്നെ ഡിവൈഡഡ് ബൈ നമുക്കിവിടെ റൂട്ട് ഓഫ് 4 വരുന്നുണ്ട്, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 2. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും? 120 ഡിവൈഡഡ് ബൈ 2 60π ആണ് നമുക്ക് വരിക. അത്രയും ഓംസ് ആണ് വരിക. ഓക്കെ, ദാറ്റ് ഈസ് ദ വാല്യൂ ഓഫ് ഈറ്റ. ഓക്കെ, സോ തേർഡും നമുക്ക് കിട്ടി. ഇനി നമുക്ക് ലാസ്റ്റിൽ കാണേണ്ടത് എന്താണ്? നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷനാണ് കാണേണ്ടത്. സോ ഇലക്ട്രിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ കാണാനുള്ളത് വളരെ എളുപ്പമാണ്. നമുക്കിവിടെ 2 ടേമുകൾ വരുന്നുണ്ട് ഇക്വേഷനകത്ത് അല്ലേ? നമ്മുടെ എക്സ്പ്രഷൻ ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് എടുത്തെഴുതാം. ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത് ക്വസ്റ്റ്യനകത്ത്. ഇതിനകത്ത് തന്നെ നമുക്ക് ഇയുടെ വാല്യൂ നമുക്ക് എഴുതാവുന്നതാണ്. സോ ഇയുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇതിൻ്റെ കേസിൽ ദിസ് ഇസ് H0. നമുക്ക് 2 ടേം ഇല്ലാണ്ട് ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ഞാനതൊന്ന് ഇവിടെ ജസ്റ്റ് മെൻഷൻ ചെയ്യാം. ഇതിനെ നമുക്ക് H01 എന്ന് എഴുതാം, ഇതിനെ നമുക്ക് H02 എന്ന് എഴുതാം. സ്റ്റാൻഡേർഡ് ഇക്വേഷനിൽ ഇത് H ആവുന്ന സമയത്ത് ദിസ് ഇസ് H0. പിന്നെ വരുന്ന കോസിൻ്റെ ഒരു ടേം ഉണ്ട്, സൈനിൻ്റെ ഒരു ടേം ഉണ്ട്. സോ നമുക്ക് ആ ഇയുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ എഴുതാം, ഇ ഈസ് ഈക്വൽ ടു 2 ടേം ഉള്ളതുകൊണ്ട് തന്നെ E01 എന്ന് എഴുതാം, അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഇൻറ്റു കോസ് ഒമേഗ ടി മൈനസ് ഇസഡ് എ. ഇവിടെ AX ആണ്, നമുക്കറിയാം എച്ചും ഇയും എപ്പോഴും പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ ഇത് X ആണെങ്കിൽ നമുക്കത് Y ആയിട്ട് വരും, പ്ലസ് 0.5 എന്ന് പറയുന്നത് H മാഗ്നിറ്റ്യൂഡാണ്. ഇവിടെ നമുക്ക് തൽക്കാലം E02 എന്ന് എഴുതാം, ഇൻറ്റു സൈൻ ഓഫ് ഒമേഗ ടി മൈനസ് ഇസഡ്. ഇത് Y ആണെങ്കിൽ നമുക്കത് X ആവും. ഓക്കെ, ഇങ്ങനെ നമുക്ക് കിട്ടും. ഇതിനകത്ത് നമുക്ക് അറിയാത്തത് E01ഉം E02 ആണ്. സോ ഈ വാല്യൂ നമ്മൾ
കണ്ടുപിടിക്കണം. വളരെ എളുപ്പമാണ് കണ്ടുപിടിക്കാൻ. കാരണം ഈറ്റ എന്ന് പറയുന്നതിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് E0 ഡിവൈഡഡ് ബൈ H0 ആണ്. സോ നമുക്കിവിടെ ഈറ്റയുടെ വാല്യൂ ഓൾറെഡി 60π എന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഇതിനകത്ത് നിന്ന് E0 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? നത്തിങ് ബട്ട് ഈറ്റ ഇൻറ്റു H0 ആണ് അല്ലേ? സോ രണ്ട് വാല്യൂ ഉണ്ടാവും. E0 1 ഉണ്ടാവും, അതുപോലെ E0 2 ഉണ്ടാവും, വിച്ച് ഇസ് ഈക്വൽ ടു ഈറ്റ ഇൻറ്റു H0 2ഉം ഇവിടെ H0 1ഉം കൊടുക്കാം. സോ ഇസ് ഈക്വൽ ടു എന്ത് വരും? 60π ഇൻറ്റു H0 1 എന്ന് പറയുന്നത് എന്താ? മൈനസ് 0.1. ഓക്കെ, അതേപോലെ ഇവിടെ 60π ഇൻറ്റു H0 2 എന്ന് പറയുന്നത് 0.5 ആണ്. ഓക്കെ, ഇതിൽ നമുക്ക് എന്ത് കിട്ടും? മൈനസ് 18.84 കിട്ടും. ദിസ് ഈസ് ഈക്വൽ ടു 94.24 കിട്ടും. സോ നമുക്ക് E0 1ഉം E0 2ഉം കിട്ടി. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ നമ്മുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കിട്ടും? E ഇസ് ഈക്വൽ ടു E0 1 എന്ന് പറയുന്നത് എന്താ വരുന്നത്? ദാറ്റ് ഈസ് മൈനസ് 18.84 ഇൻറ്റു കോസ് ഒമേഗ ടി. ഒമേഗയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, വേണമെങ്കിൽ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നതാണ്. മൈനസ് ZAY പ്ലസ് E0 2ൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ദാറ്റ് ഈസ് 94.24 ഇൻറ്റു സൈൻ ഒമേഗ ടി മൈനസ് ZAX. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. സോ തേർഡ് വാല്യൂവും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഇലക്ട്രിക് ഫീൽഡ് വാല്യൂവും നമുക്ക് കിട്ടി. ഓക്കെ, സോ നമ്മളിവിടെ ഇയുടെ വാല്യൂ കണ്ടു, അതേപോലെ ഈറ്റയുടെ വാല്യൂ കിട്ടി. ദെൻ പിന്നെന്താണ് സെക്കൻഡ് എന്ന് പറയുന്നത്? ഇവിടെ ഒമേഗയുടെ വാല്യൂ നമുക്ക് കിട്ടി. ദിസ് വാല്യൂ 1.5 എന്ന് പറയുന്നത് കിട്ടി. ദെൻ ദ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ബീറ്റയുടെ വാല്യൂ. ഓക്കെ, സോ ഇത്രയും വാല്യൂസ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഈ പ്രോബ്ലം സോൾവ് ചെയ്യും. ഓക്കെ, ഇക്വേഷൻസ് അറിയെങ്കിൽ വളരെ ഈസിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലമാണിത്. ഓക്കെ, സോ ഇവിടെ മൊഡ്യൂൾ 3ൽ നമുക്ക് 16Bയിൽ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ആദ്യത്തെ ഒരു സെക്ഷൻ തിയറി ക്വസ്റ്റ്യൻ തന്നെയാണ്, പിന്നെ നമുക്ക് പ്രോബ്ലമായിട്ട് ചോദിച്ചിട്ടുണ്ട്. സോ ഈ ഒരു പ്രോബ്ലത്തിൻ്റെ സെക്ഷൻ എങ്ങനെ സോൾവ് ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം. വളരെ ഈസി ആയിട്ടുള്ളൊരു പ്രോബ്ലമാണിത്. സോ ഇതിൽ സ്നെൽസ് ലോ ഓഫ് റിഫ്രാക്ഷൻ ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ നമുക്ക് സ്കിൻ ഡെപ്ത് കാണാനും അതേപോലെ തന്നെ പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റ് ആൻഡ് വേവ് വെലോസിറ്റി കാണാനും പറഞ്ഞിട്ടുണ്ട്. സോ ഇത് എങ്ങനെ കാണുന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സോ ഇതിൽ സ്കിൻ ഡെപ്ത് ആണ് ആദ്യം കാണാൻ പറഞ്ഞിട്ടുള്ളത്. സ്കിൻ ഡെപ്തിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് പൈ എഫ് മ്യൂ സിഗ്മ. ഇങ്ങനൊരു ഇക്വേഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ വേറൊരു ഇക്വേഷൻ കണ്ടിട്ടുള്ളത് ഡെൽ ഇസ് ഈക്വൽ ടു 1 ബൈ ആൽഫ എന്ന് കണ്ടിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് ഒന്ന് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ സിഗ്മയുടെ വാല്യൂ തന്നിട്ടുണ്ട്. സോ നമുക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട് നോക്കാം. നമുക്കിവിടെ മ്യൂവിൻ്റെ വാല്യൂ ഫ്രീ സ്പേസ് ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് തൽക്കാലം മ്യൂ ഇസ് ഈക്വൽ ടു μ0 എന്ന് കൺസിഡർ ചെയ്യാം. അതായത് ഫ്രീ സ്പേസ് ആണെന്ന് കൺസിഡർ ചെയ്യാം. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഈ ഇക്വേഷൻ വരിക. സോ ഇതിനകത്ത് നമുക്ക് വാല്യൂസ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. സോ 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് പൈയുടെ വാല്യൂ നമുക്ക് 3.14 എന്ന് എഴുതാം, ഇൻറ്റു ഫ്രീക്വൻസി എഫ് എന്ന് പറയുന്നത് 1.6 MHz ആണ്. സോ ഇൻറ്റു 10⁻⁶ വരും. ദെൻ ഇൻറ്റു മ്യൂ എന്ന് പറയുന്നത് μ0 ആണ്. μ0ൻ്റെ വാല്യൂ 4π ഇൻറ്റു 10⁻⁻7 ആണ്. ദെൻ അതുപോലെ തന്നെ സിഗ്മയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 38. സോ ഈ വാല്യൂസ് കാൽക്കുലേറ്ററിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് ആൻസർ കിട്ടുന്നതേ ഉള്ളൂ. ആൻസർ കിട്ടുന്നത് എങ്ങനെയാണ്? 0.0643 അത്രയും മില്ലിമീറ്ററാണ് നമുക്ക് കിൻഡെപ്തായിട്ട് കിട്ടുന്നത്. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഇതിനകത്ത് പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റ് കാണാനുണ്ട്. സോ പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദറ്റ് ഈസ് നത്തിങ് ബട്ട് ഗാമ. ഗാമ എന്ന് പറയുന്നത് ആൽഫ പ്ലസ് ജെ ബീറ്റ ആണെന്നുള്ളത് നമുക്കറിയാം. സോ ഇതിനകത്ത് ആൽഫ എന്ന് പറയുന്ന അറ്റന്വേഷൻ കോൺസ്റ്റൻറ്റും ബീറ്റ എന്ന് പറയുന്ന ഫേസ് ഷിഫ്റ്റ് കോൺസ്റ്റൻറ്റും ആണെന്ന് അറിയാം നമുക്ക്. സോ ഇതിനകത്ത് നമുക്ക് ഈ റിലേഷൻ യൂസ് ചെയ്യാം. ഡെൽ ഇസ് ഈക്വൽ ടു 1 ബൈ ആൽഫ എന്ന് പറയുന്നത് യൂസ് ചെയ്യാം.
സോ ഇതിനകത്ത് നമുക്ക് ആൽഫയുടെ വാല്യൂ കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. സോ ആൽഫ ഇസ് ഈക്വൽ ടു 1 നമുക്ക് കിട്ടിയിട്ടുള്ള ഈ വാല്യൂ, ദാറ്റ് ഈസ് 1/0.0643 കൊടുത്താൽ മതി. അത് നമുക്ക് 15.53 ആയിട്ടാണ് കിട്ടുക. സോ ആൽഫയുടെ വാല്യൂ 15.53 ആണ്. സോ നമുക്ക് മില്ലിമീറ്റർ ആയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളിവിടെ ഇൻറ്റു 10⁻³ കൂടെ നമ്മളവിടെ കൊടുക്കണം. സോ ഇതിൽ നമുക്ക് ആൽഫയുടെയും ബീറ്റയുടെയും വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫ്രീ സ്പേസ് ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ആൽഫയുടെയും ബീറ്റയുടെയും വാല്യൂ സെയിം ആയിട്ട് ഇവിടെ എടുക്കാം. സോ രണ്ടിനും ഈ വാല്യൂ തന്നെയാണ് വരിക. സോ അങ്ങനെയാണെങ്കിൽ ഗാമയുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? 15.53 ഇൻറ്റു 10⁻³ അത് റിയൽ പാർട്ടായിട്ട് വരും. ദെൻ j ഇൻറ്റു 15.53 ഇൻറ്റു 10⁻³ അത് ബീറ്റയുടെ വാല്യൂ ഇമാജിനറി ആയിട്ട് വരും. സോ ഇതായിരിക്കും നമുക്ക് കിട്ടേണ്ട പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്കിതിനകത്ത് വേവ് വെലോസിറ്റിയും കൂടെ കിട്ടാനുണ്ട്. വേവ് വെലോസിറ്റി കിട്ടാനുള്ള ഇക്വേഷൻ v ഈസ് ഈക്വൽ ടു ഒമേഗ ഡിവൈഡഡ് ബൈ ബീറ്റയാണ്. സോ ഒമേഗ എന്ന് പറയുന്നത് 2πf ആണ്. എഫ് നമുക്ക് തന്നിട്ടുണ്ട്. ബീറ്റയുടെ വാല്യൂ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് 15.53 ഇൻറ്റു 10⁻³ ആണ്. സോ 2 ഇൻറ്റു പൈ ഇൻറ്റു ഫ്രീക്വൻസി നമുക്ക് തന്നിട്ടുള്ള എത്രയാണ്? 1.6 ഇൻറ്റു ഇത്രയും മെഗാഹെഡ്സ് ആണ്. സോ 10⁻6 ഡിവൈഡഡ് ബൈ 15.53 ഇൻറ്റു 10⁻³ നമ്മൾ കാൽക്കുലേറ്ററിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 647.33 ഇത്രയും മീറ്റർ പെർ സെക്കൻഡ് ആണ് നമുക്ക് വെലോസിറ്റി കിട്ടുന്നത്. സോ 3 ടേംസുകളും നമുക്ക് കിട്ടി. സോ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഓക്കെ, സോ 5th മൊഡ്യൂളിൽ നമുക്ക് റെക്റ്റാങ്കുലർ വേവ് ഗൈഡിൻ്റെ ഒരു പ്രോബ്ലം ആണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ നമുക്ക് എയുടെ വാല്യൂ ബിയുടെ വാല്യൂ തന്നിട്ടുണ്ട്, സിഗ്മ മ്യൂ എപ്സിലോൺ വാല്യൂ തന്നിട്ടുണ്ട്, അതുപോലെ എച്ചിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഒരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. നമ്മളോട് മോഡ് ഓഫ് പ്രൊപ്പഗേഷൻ, കട്ട് ഓഫ് ഫ്രീക്വൻസി, ഫേസ് കോൺസ്റ്റൻറ്റ് ആൻഡ് പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് ആദ്യം തന്നിരിക്കുന്ന വാല്യൂസ് ഡാറ്റ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് എടുത്തെഴുതാം. സോ എ എന്ന് പറയുന്നത് 1.5 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ബി എന്ന് പറയുന്നത് 0.8 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സിഗ്മ ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. മ്യൂ ഇസ് ഈക്വൽ ടു മ്യൂ 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. എപ്സിലോൺ ഇസ് ഈക്വൽ ടു എപ്സിലോൺ 0 എന്ന് പറഞ്ഞിട്ട്. ദിസ് മീൻസ് ഇറ്റ്സ് എ ഫ്രീ സ്പേസ്. എപ്സിലോണിൻ്റെ വാല്യൂ മ്യൂ 0 എപ്സിലോൺ 0 ആണെങ്കിൽ അത് ഫ്രീ സ്പേസ് ആണ്. പിന്നെ നമുക്ക് തന്നിട്ടുള്ളത് എച്ചിൻ്റെ എക്സ്പ്രഷനാണ്. hx ഇസ് ഈക്വൽ ടു 2 sin πx ഡിവൈഡഡ് ബൈ a cos 3πy ഡിവൈഡഡ് ബൈ b. ഈ രണ്ട് ടേമിൻ്റെ കൂടെ നമുക്ക് സൈനിൻ്റെ ഒരു ടേമും കൂടെ ഉണ്ട്. സൈൻ പൈ ഇൻറ്റു 10⁻11 t മൈനസ് ബീറ്റ ഇസെഡ്. ഓക്കെ, സോ ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. സോ ഇതിൽ മോഡ് ഓഫ് പ്രൊപ്പഗേഷനാണ് ആദ്യം കാണാൻ പറഞ്ഞിട്ടുള്ളത്. സോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കിതിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് അറിയെങ്കിൽ വളരെ ഈസി ആയിട്ട് വാല്യൂസ് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. സോ ഇതിൻ്റെ ആ സ്റ്റാൻഡേർഡ് ഫോം ഞാനിവിടെ ജസ്റ്റ് ഒന്ന് എഴുതാം. നമുക്കിവിടെ hx ആണ് തന്നിട്ടുള്ളത്. സോ hx എന്ന് തന്നെ എഴുതാം. hx ഇസ് ഈക്വൽ ടു നമ്മുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ദാറ്റ് ഇസ് സൈൻ ഓഫ് പൈ എക്സ് ഡിവൈഡഡ് ബൈ എ ആൻഡ് കോസ് ഓഫ് n പൈ y ഡിവൈഡഡ് ബൈ ബി. സോ നമ്മുടെ ഇക്വേഷൻ്റെ ഒരു കമ്പാരിസൺ ഇത് വെച്ച് ചെയ്ത് നോക്കാം. എക്സ്ട്രാ ഒരു സൈൻ ടേം വരുന്നുണ്ട്, അതോടെ ഇരിക്കട്ടെ. സോ ഈ ഇക്വേഷൻ വെച്ച് നോക്കുന്ന സമയത്ത് സൈൻ ഓഫ് ഇവിടെ നമുക്കും വരുന്നുണ്ട്, സൈൻ വരുന്നുണ്ട്. ഇവിടെ m പൈ എക്സ് ഡിവൈഡഡ് ബൈ എ ആണ്. ഇവിടെ എമ്മിന് പകരം നമുക്ക് എന്താ വന്നിട്ടുള്ളത്? 1 ആണ് അല്ലേ? അതേപോലെ തന്നെ ഇവിടെ സെക്കൻഡിൽ കേസിൽ കോസ് ഓഫ് n പൈ y ഡിവൈഡഡ് ബൈ ബി ആണ്. ഇവിടെ എന്നിന് പകരം നമുക്ക് 3 വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്തെഴുതാം? m ഇസ് ഈക്വൽ ടു 1 എന്നും n ഇസ് ഈക്വൽ ടു 3 എന്നും നമുക്ക് എഴുതാം. സോ ഇവിടെ m ഇസ് ഈക്വൽ ടു 1ഉം n ഇസ് ഈക്വൽ ടു 3യും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഐദർ TM13 മോഡ് ഓർ TE13 മോഡ്. ഈ രണ്ട് മോഡിൽ ഏതെങ്കിലും ഒരു മോഡായിരിക്കും നമുക്കിവിടെ ഉണ്ടാവുക. സോ നമ്മുടെ ഫസ്റ്റ് മോഡ് ഓഫ് ഓപ്പറേഷൻ എന്താണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണെന്നുള്ളത് നോക്കാം. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മളോട് പറഞ്ഞത് കട്ട് ഓഫ് ഫ്രീക്വൻസി കാണാനാണ്. സോ കട്ട് ഓഫ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ ഉണ്ട്. സോ കട്ട് ഓഫ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FC ഈസ് ഈക്വൽ ടു C/2 റൂട്ട് ഓഫ് M/A
ഹോൾ സ്ക്വയർ പ്ലസ് എൻ ബൈ ബി ഹോൾ സ്ക്വയർ ആണ്. സോ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്ക് വേറൊരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്നാണ് കിട്ടുന്നത്. അതൊന്ന് ഓർത്തിരിക്കുക. എഫ് സി ഈസ് ഈക്വൽ ടു 1/2 റൂട്ട് ഓഫ് മ്യൂ എപ്സിലോൺ ഇൻറ്റു റൂട്ട് ഓഫ് എം പൈ ബൈ എ ഹോൾ സ്ക്വയർ പ്ലസ് എൻ പൈ ബൈ ബി ഹോൾ സ്ക്വയർ ആണ്. ഇതിനകത്ത് നമുക്കിവിടെ മ്യൂവും എപ്സിലോണും എപ്സിലോൺ 0 ആണെന്ന് പറഞ്ഞതുകൊണ്ടാണ് നമുക്കിങ്ങനെ എഴുതാൻ പറ്റുന്നത്. ദാറ്റ് ഈസ് 1/μ0 എപ്സിലോൺ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് സി. പിന്നെ നമുക്ക് ഇവിടുന്ന് പൈ സ്ക്വയർ ഉണ്ട്. അത് റൂട്ടിനകത്ത് നിന്ന് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്ത് കഴിയാം. സോ നമുക്ക് അങ്ങനെ കിട്ടുന്നതാണ് c/2 റൂട്ട് ഓഫ് എം ബൈ എ ഹോൾ സ്ക്വയർ പ്ലസ് എൻ ബൈ ബി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് വാല്യൂസ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നുള്ളൂ. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്, ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു റൂട്ട് ഓഫ് എം എന്ന് പറയുന്നത് നമുക്ക് 1 ആണ്. ദെൻ എയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് 1.5 ആണ്. അത്രയും സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് ഇൻറ്റു 10⁻² നമുക്ക് കൊടുക്കാം. ദെൻ ഹോൾ സ്ക്വയർ പ്ലസ് എന്നിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആണ്. സോ 3 ഡിവൈഡഡ് ബൈ ബിയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുള്ളത് 0.8 ആണ് ഇൻറ്റു 10⁻². ഓക്കെ, സോ ഇതിൻ്റെ ഹോൾ സ്ക്വയർ കാണാം. സോ വാല്യൂസ് ഒക്കെ ഡയറക്റ്റ് നമുക്ക് കാൽക്കുലേറ്ററിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. നമുക്ക് കിട്ടുന്നത് 57 × 10⁻9 ആണ് നമുക്ക് കിട്ടുക. വി ക്യാൻ ഓൾസോ റൈറ്റ് ലൈക്ക് ദിസ് 57 GHz എന്ന് എഴുതാം. ഓക്കെ, ഇതാണ് കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. സോ സെക്കൻഡ് ആൻസർ നമുക്ക് കിട്ടി. ഇനി തേർഡ് കാണാൻ പറഞ്ഞത് ഫേസ് കോൺസ്റ്റൻ്റ് ആണ്. ഫേസ് കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ബീറ്റ. സോ ബീറ്റയാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് ബീറ്റ കാണാനുള്ളതിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ബീറ്റ ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് മ്യൂ എപ്സിലോൺ ഇൻറ്റു റൂട്ട് ഓഫ് 1 - FC ഡിവൈഡഡ് ബൈ എഫ് ഹോൾ സ്ക്വയർ. സോ ഈ എക്സ്പ്രഷൻ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ബീറ്റയുടെ വാല്യൂ കാണേണ്ടത്. സോ ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം, ഒമേഗ നമുക്കിവിടെ ക്വസ്റ്റ്യനകത്ത് തന്നിട്ടില്ല, മ്യൂവും എപ്സിലോണും തന്നിട്ടുണ്ട്, FC നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, എഫും കണ്ടുപിടിക്കണം. സോ അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നമ്മളുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ നമുക്കൊന്ന് എടുത്ത് നോക്കാം. ഇവിടെ നിങ്ങൾ നോക്കിയൊക്കെ അറിയാം, സൈൻ ഓഫ് ഒമേഗ ടി മൈനസ് ബീറ്റ ഇസെഡ് എന്നാണ് നമ്മുടെ എക്സ്പ്രഷൻ വരിക, അല്ലേ? നമ്മൾ കണ്ടിട്ടുണ്ട് സ്റ്റാൻഡേർഡ് ഇക്വേഷനകത്ത് സൈൻ ഓഫ് ഒമേഗ ടി മൈനസ് ബീറ്റ ആണ്. സോ ഒമേഗ എന്ന് പറയുന്നത് എന്തായിരിക്കും? പൈ ഇൻറ്റു 10⁻11 ആയിരിക്കും. സോ നമുക്കിവിടെ ഒമേഗയുടെ വാല്യൂ എന്ത് കിട്ടും? ഒമേഗ ഇസ് ഈക്വൽ ടു പൈ ഇൻറ്റു 10⁻11 കിട്ടും. സോ ഒമേഗ ഈസ് നത്തിങ് ബട്ട് 2πf, അല്ലേ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു 10⁻11 ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ 2π നമുക്ക് ഇവിടെ കൊണ്ടുപോയാൽ മതി, അല്ലേ? സോ ദിസ് ഇസ് എഫ്. സോ പൈ ക്യാൻസൽ ആയി പോവും. ഇപ്പം 10⁻11 ഡിവൈഡഡ് ബൈ 2 ആണ് നമുക്ക് വരിക. അതിനെ നമുക്ക് വേണമെങ്കിൽ 5 × 10⁻10 എന്ന് എഴുതാം, അല്ലെങ്കിൽ 50 GHz എന്ന് എഴുതാം. ഓക്കെ, സോ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ബീറ്റയുടെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കാം. ബീറ്റ ഇസ് ഈക്വൽ ടു ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈ ഇൻറ്റു 10⁻11. പിന്നെ ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം, ഇവിടെ റൂട്ട് ഓഫ് മ്യൂ0 എപ്സിലോൺ 0, ദാറ്റ് ഇസ് നമുക്കറിയാം സി ഈസ് ഈക്വൽ ടു 1/√of മ്യൂ0 എപ്സിലോൺ 0 ആണ്, അല്ലേ? സോ ഈ റിലേഷനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? റൂട്ട് ഓഫ് മ്യൂ0 എപ്സിലോൺ 0 ആണ് വരുന്നത്, അതിനെ നമുക്ക് 1/c ആയിട്ട് എഴുതാം, അല്ലേ? സോ സി എന്ന് നമുക്ക് എഴുതാം. വാട്ട് ഇസ് സി? സി ഈസ് നത്തിങ് ബട്ട് 3 × 10⁸8 മീറ്റർ/സെക്കൻഡ്, അല്ലേ? ഇൻറ്റു റൂട്ട് ഓഫ് നമുക്ക് 1 മൈനസ് എഫ് സി എന്ന് പറയുന്നത് നമുക്ക് 57 GHz ആണ്. സോ 57 × 10⁻, ഞാൻ താഴെ നമുക്ക് വരുന്നുണ്ട്, സോ അത് ക്യാൻസലായി പോവും. 50 × 10⁻9 ആണ്, അതിൻ്റെ ഹോൾ സ്ക്വയർ വരും. സോ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും? 573.19 അത്രയും റേഡിയൻസ് പെർ മീറ്ററാണ് നമുക്കവിടെ കിട്ടുക. സോ ദിസ് ഈസ് എ വാല്യൂ ഓഫ് ബീറ്റ. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റിൽ കാണാനുള്ളത് പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻ്റ് ആണ്. പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ഗാമയാണ്, അല്ലേ? ഫോർത്തായിട്ട് കാണാനുള്ളത് ഗാമയാണ്. സോ ഗാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ പ്ലസ് ജെ ബീറ്റയാണ്, അല്ലേ? സോ ഇതിൽ ബീറ്റയുടെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആൽഫയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം, നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷനിൽ ആ ഒരു എക്സ്പൊണൻഷ്യലിൻ്റെ ടേം നമുക്ക് വരുന്നില്ല. നമ്മൾ പ്രീവിയസ് പ്രോബ്ലത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു,
e⁻⁴z എന്ന് പറഞ്ഞിട്ടൊരു ടേം ഉണ്ടാവും. ഇവിടെ ആ ഒരു ടേം വരാത്തതുകൊണ്ട് തന്നെ സോ നമുക്ക് ഡയറക്റ്റ് എഴുതാം ആൽഫ ഇസ് ഈക്വൽ ടു 0. അതുപോലെ ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 573.19 അല്ലേ. സോ ഗാമ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം ജെ 573.19 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ദിസ് ഈസ് അവർ ആൻസർ. ഓക്കെ, സോ ഇക്വേഷൻസുകളൊക്കെ അറിയെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ആണ്. സോ സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് ഒക്കെ അറിഞ്ഞിരുന്നാൽ നമുക്ക് എല്ലാ പ്രോബ്ലവും വളരെ എളുപ്പത്തിൽ ചെയ്യാം. ഓക്കെ, സോ ഇത്രയും പ്രോബ്ലംസ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത്. ഇതിനകത്തുള്ള മാക്സിമം പ്രോബ്ലംസ് എനിക്ക് കിട്ടിയിട്ടുള്ള സ്കീമിൻ്റെ ബേസിൽ തന്നെ ആൻസർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ തന്നെ ഇതിൻ്റെ സ്കീമും എൻ്റെ കയ്യിലുണ്ട്. സോ ഈ ക്വസ്റ്റ്യൻ പേപ്പറും സ്കീമും നിങ്ങൾക്ക് റെഫർ ചെയ്ത് പഠിക്കണം എന്നുണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. സോ ഇത്രയാണ് ഈ വീഡിയോയിലുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.